ഇന്നലെ വൈകുന്നേരം അടുക്കാറായപ്പോഴാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നത്. അതായത് ഒരു ലോഡ്ജിൽ തീ പിടിക്കുന്നു, 21 വിദേശികളടക്കം മരണപ്പെടുന്നു, 10 പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും അടക്കം അനുശോചനം രേഖപ്പെടുത്തുന്നു. അത് അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണമൊക്കെയാണ്. അതിലൊരു മുറിവ് ഭാരതത്തിലെ ജനങ്ങൾക്ക് മനസ്സിൽ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ന് രാവിലെ ബീഹാറിൽ നിന്നും ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലുള്ള ഒരു പ്രമുഖ ആശുപത്രിയിലും വൻ തീപിടുത്തമുണ്ടായി എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ ഭാരതത്തിലെ ജനങ്ങൾ കേട്ടത്. മുസാഫർപൂരിലെ പ്രസാദ് ഹോസ്പിറ്റലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 3 രോഗികളാണ് അതിദാരുണമായി മരണപ്പെട്ടത്. തീ പടർന്നു, അതിൽ കനത്ത പുകയുണ്ടായി, അത് ആശുപത്രി കെട്ടിടത്തിൽ ഉടനീളം പടർന്നു. അത് വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. വിവരമറിഞ്ഞ് ഉടൻ തന്നെ അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘവും സ്ഥലത്തെത്തി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന രോഗികളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചു. പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണമെന്നാണ് സംശയിക്കുന്നതെങ്കിലും അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും ഒരു വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. അപകട സമയത്ത് 20-ലധികം രോഗികളെ കെട്ടിടത്തിനുള്ളിൽ നിന്നും പരിക്കുകളോടെ അതീവ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തക സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയ രോഗികളിൽ പലരുടെയും ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗുരുതരാവസ്ഥയിലായ പല രോഗികളെയും അടിയന്തര ചികിത്സയ്ക്കായി സമീപത്തെ മറ്റ് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അധികൃതർ ഇവരുടെ ആരോഗ്യസ്ഥിതിയും വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുസാഫർപൂർ സിവിൽ സർജൻ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മറ്റ് ആശുപത്രികളുടെ ഏകോപനവും മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്താൻ എല്ലാ ആശുപത്രികളോടും ഒരു അടിയന്തരമായി തന്നെ സജ്ജമാകാനായിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നിലവിൽ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്നും ജില്ലാ മജിസ്ട്രേറ്റ് സുബ്രത് കുമാർ സെൻ അറിയിച്ചിരിക്കുകയാണ്. തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ എത്ര രോഗികൾ അഡ്മിറ്റ് ആയിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തീപിടുത്തത്തിന് പിന്നാലെ തങ്ങളുടെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന പരാതിയുമായി ചില രോഗികളുടെ കുടുംബാംഗങ്ങൾ അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. അതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ശരവേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾ സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ആശുപത്രിയിലെ ICU പൂർണ്ണമായും കറുത്ത പുകയാൽ മൂടപ്പെട്ടിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രക്ഷാപ്രവർത്തകർ എത്തിയ സമയത്ത് രോഗികളെ സഹായിക്കാനോ വഴികാട്ടാനോ ആശുപത്രി ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അത് ആശുപത്രി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ രോഗികൾ ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. കാരണം ഈ തീപിടുത്തത്തിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ICUവിൽ കിടന്ന രോഗികളടക്കം ഈ തീപിടുത്തം കാരണം മരണപ്പെട്ടു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അവിടെ അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ബീഹാറിലെ മറ്റ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. കൂടാതെ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ആശുപത്രിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ട ഡോക്ടർമാർ അതോടൊപ്പം തന്നെ നഴ്സുമാർ ഉൾപ്പെടെ മുകൾ നിലയിലുള്ള അതായത് ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ മുതൽ താഴെ തട്ടിലുള്ള അതായത് ഈ റിസപ്ഷനിസ്റ്റ് കമൗണ്ടർമാർ ഉൾപ്പെടെയുള്ളവർ തീപിടുത്തം അറിഞ്ഞ ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച ഉണ്ടായി എന്ന് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷം അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നടപടി വേണമെന്ന് ആശുപത്രിയിലെ മറ്റ് രോഗികളടക്കം പറയുന്നു. കാരണം ഒരു ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ രോഗികളുടെ സുരക്ഷ അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ആ രോഗികളെ എല്ലാം അവിടെ മരണത്തിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും അടക്കം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രിയിൽ നിന്നും ഇറങ്ങി ഓടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുന്നത്.